കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനാക്കുകയും കുറ്റം ചെയ്ത പോലീസുകാരെ 2 വർഷത്തിലേറെയായി പൂവിട്ട് വാഴിക്കുകയും ചെയ്ത പിണറായി വിജയന്റെ പോലീസ് കുന്നംകുളത്ത് എന്നേ തോൽവി സമ്മതിച്ചതാണ്. VS സുജിത്ത് എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് തന്നെയാണ് ആദ്യം മുതൽ അവിടെ വിജയിച്ചു വന്നത്. കാരണം പോലീസുകാർക്ക് അറിയാവുന്ന കുറ്റങ്ങളുടെ വകുപ്പുകളെല്ലാം ചേർത്തെങ്കിലും സുജിത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ഈ പോലീസ് സേമാന്മാർക്ക് ഇതുവരെ ആംബിയറില്ലായിരുന്നു. അതായത് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ SIയും സംഘവും ചേർന്ന് മർദ്ദിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും സുജിത്തിനെതിരെ ചുമത്തിയ കേസ് ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട്. എങ്കിലും അതിൽ കുറ്റപത്രം നൽകാൻ 2.5 വർഷമായിട്ടും ആ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കേസിൽ ചുമത്തിയ 7 വകുപ്പുകളിൽ 3 ജാമ്യമില്ലാ കുറ്റമാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇടിച്ച് കൊല്ലാറാക്കിയിട്ടും ചേർത്ത വകുപ്പുകളെല്ലാം ശക്തിയുള്ളതായിരുന്നു. പക്ഷേ സത്യം ജയിക്കുകയായിരുന്നു കുന്നംകുളത്ത്. സുജിത്ത് മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്ന വൈദ്യപരിശോധനാ റിപ്പോർട്ടും സ്റ്റേഷനിൽ മർദ്ദനമേൽക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെങ്കിലും ആ കേസ് പിൻവലിച്ചിട്ടില്ല എന്നുള്ളത് ഈ സംസ്ഥാനം ശ്രദ്ധയോടെ കാണുകയാണ്. കുറ്റപത്രം നൽകാനോ തെളിവുകൾ ഹാജരാക്കാനോ കഴിയാതെ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ആ കേസിൽ. അതായത് 2023 ഏപ്രിൽ 6-ന് സുജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് പ്രതികളെ ബലമായി മോചിപ്പിക്കുക, പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക, പൊതുസ്ഥലത്ത് മദ്യപിക്കുക എന്നടക്കമുള്ള 7 വകുപ്പുകളാണ് ചുമത്തിയത് സുജിത്തിനെതിരെ. മാത്രമല്ല സുജിത്തിനെ ജയിലിലാക്കുകയെന്ന ഒറ്റ ഉദ്ദേശത്തോടെ കുന്നംകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ അവിടുത്തെ പോലീസ് SHO നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിൻ്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ജീപ്പിൽ കയറ്റിയ 3 പ്രതികളെ ഈ പറയുന്ന സുജിത്ത് ബലം പ്രയോഗിച്ച് ഡോറ് തുറന്ന് ഇറക്കി വിട്ടു. SI ന്യൂമാനെ ആക്രമിച്ച് കൈവിരലുകൾ തിരിച്ച് പരിക്കേൽപ്പിച്ചു. യൂണിഫോം വലിച്ചു കീറി 5000 രൂപയുടെ വാച്ച് വലിച്ച് പൊട്ടിച്ച് നഷ്ടം വരുത്തി. എന്നാൽ മദ്യപിച്ചിട്ടില്ല എന്ന് വൈദ്യപരിശോധനാ റിപ്പോർട്ടും പോലീസ് മർദ്ദിച്ചുവെന്ന സുജിത്തിൻ്റെ മൊഴിയും കണക്കിലെടുത്ത് എല്ലാം മനസ്സിലാക്കിയ കോടതി കയ്യോടെ ജാമ്യം നൽകുകയായിരുന്നു. കോടതി തന്നെ സുജിത്തിൻ്റെ നിരപരാധിത്യം ആദ്യം തന്നെ മനസ്സിലാക്കിയതാണ്. പോലീസിനെതിരെ സുജിത്ത് മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതി ഒരു വശത്ത് കാറ്റുകൊള്ളാതെ നടപടിയില്ലാതെ കിടക്കുമ്പോഴും ഈ സുജിത്തിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 201, 225B, 332, 353, 427, 34, അതുപോലെ അബ്കാരി നിയമത്തിലെ 15 തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പോലീസ് മൊഴിയെടുക്കലും തെളിവ് ശേഖരണവും ഒക്കെ തുടർന്നതാണ്. എന്നാൽ ഈ കേസ് നിലനിൽക്കാൻ വേണ്ട തെളിവുകളൊന്നുമില്ല എന്ന് ബോധ്യമായതോടെ കുറ്റപത്രം നൽകാതെ തടി തപ്പുകയാണ് പോലീസ് ചെയ്തത്. ഇപ്പോൾ ആ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ സുജിത്ത് വളരെ ധൈര്യപൂർവ്വം ഒരുങ്ങുമ്പോൾ ആ കേസെടുത്ത വലിയ പുള്ളികളായ പോലീസുകാരെല്ലാം പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. അങ്ങനെ സത്യം എത്ര കാലം കഴിഞ്ഞാലും പുറത്തു വരുമെന്നിരിക്കെ ആദ്യ വിജയം സുജിത്തിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ കേരളം തന്നെ ഒപ്പമുണ്ട് എന്ന സന്തോഷവും സുജിത്തിനുണ്ട്.